ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം തിയേറ്റർ കളക്ഷൻ 50 കോടി നേടിയ സിനിമകളെയാണ്. 50 അല്ല, അതിനേക്കാൾ മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2023 തളപതി വിജയ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് ലിയോ. കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വേഗതയിൽ 50 കോടി ക്ലബിൽ ഇടം നേടിയ സിനിമയാണ് ലിയോ. 10 ദിവസം കൊണ്ടാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി ക്ലബിൽ ഇടം നേടിയത്. യശ് നായകനായി എത്തിയ 2022 പുറത്തിറങ്ങി പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രമാണ് KGF ചാപ്റ്റർ 2. വമ്പ ഹൈപ്പിൽ വന്ന ഫിലിം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം വെറും 11 ദിവസം കൊണ്ടാണ് 50 കോടി ക്ലബ്ബിൽ കയറിയത്. 3-ാം സ്ഥാനത്തുള്ള സിനിമ ഒരു മലയാളം സിനിമയാണ്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി ബ്ലെസ്സി സംവിധാനം ചെയ്ത് 2024 മാർച്ച് 28 പുറത്തിറങ്ങിയ സിനിമയാണ് ദി ഗോഡ് ലൈഫ് അഥവാ ആടുജീവിതം. കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം നേടിയത് 12 ദിവസം കൊണ്ടാണ് 50 കോടി നേടിയത്. 2018 എവരിവൺ ഈസ് എ ഹീറോ. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ സിനിമയാണ് 2018. 2018 യഥാർത്ഥ കഥയായ പ്രളയത്തെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സിനിമയാണ് 2018. മലയാളത്തിലെ 3-ാമത്തെ 100 കോടി ചിത്രമായി വന്ന 2018 വെറും 13 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടിയത്. 5-ാമത്തെ സിനിമയാണ് ബാഹുബലി 2. 2017 SS രാജമൗലി പ്രഭാസിനെ നായകനാക്കി സംവിധാനം ചെയ്ത സിനിമയാണ് ബാഹുബലി 2. ചിത്രം വെറും 15 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടിയത്. 2024 വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയ സിനിമ ആവേശമാണ് 6-ാം സ്ഥാനത്തുള്ളത്. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ് ആവേശം. ചിത്രം 15 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടിയത്. 7-ാം സ്ഥാനത്തുള്ളത് ജയിലർ. രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ ചിത്രമാണ് ജയിലർ. ചിത്രം 16 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടിയത്. 8-ാം സ്ഥാനത്തുള്ളത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി എത്തി 2019 പുറത്തിറങ്ങിയ ലൂസിഫർ. ചിത്രം 17 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടുന്നത്. മലയാളത്തിലെ 2-ാമത്തെ 100 കോടി ചിത്രം കൂടിയാണ് ലൂസിഫർ. 9-ാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ്. 2024 ചിദംബരം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ സർവൈവൽ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി 2024 പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് മലയാളത്തിലെ ആദ്യ 200 കോടി ചിത്രമായി. വേൾഡ് വൈഡ് തിയേറ്റർ കളക്ഷൻ മാത്രം 200 കോടി കളക്ഷൻ കടന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വെറും 18 ദിവസങ്ങൾ കൊണ്ടാണ് 50 കോടി കളക്ഷൻ നേടുന്നത്. 10-ാം സ്ഥാനത്ത് പുലിമുരുകൻ. 2016 വൈശാഖ് സംവിധാനം ചെയ്ത് ലാലേട്ടനെ നായകനാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് പുലിമുരുകൻ. മലയാളത്തിലെ ആദ്യ 100 കോടി ചിത്രമായ പുലിമുരുകൻ 21 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 കോടി രൂപ കളക്ഷൻ നേടുന്നത്. 24 ദിവസങ്ങൾ കൊണ്ടാണ് RDX കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടുന്നത്. നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് 2023 പുറത്തിറങ്ങിയ സിനിമയാണ് RDX. ഗിരീഷ് ഏടി സംവിധാനം ചെയ്ത് 2024 ഫെബ്രുവരി 9 റിലീസ് ചെയ്ത സിനിമയാണ് പ്രേമലു. നെസ്ലിൻ മമിത കോംബോയിലെത്തിയ പ്രേമലു 30 ദിവസങ്ങൾ കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 50 കോടി രൂപ കളക്ഷൻ നേടിയത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടം? നിങ്ങൾ ഏത് സിനിമയാണ് തിയേറ്ററിൽ പോയി കണ്ടതെന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇനിയും നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.